ഹായ് ഗേസ്, ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാട്ടിൽ പെരുന്നാൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും ഈദ് മുബാറക്. ഞങ്ങൾക്കിന്ന് അബുദാബിയില് രണ്ടാം പെരുന്നാളാണ്. അപ്പൊ ഞങ്ങളൊരു ചെറിയ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ഇന്നൊരു പുതിയ ട്രിപ്പ് പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്താന്ന് വെച്ചാല് കടലിൽ പോവുക, മർഫ കടലിൽ പോവുക, കുളിക്കുക, കുറച്ച് മീൻ പിടിക്കുക. അപ്പൊ എല്ലാവരും വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക, ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിക്കുക. ഒന്ന് നമ്മളെ ഇൻട്രോ വീഡിയോ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ കമറു ആണ്. ഇത് നവാസ്, സ്പൾബർ നവാസ്, പെരിന്തൽമണ്ണ കൊളത്തോ. ഇപ്പുറത്ത് ഹാരിസ് ആലിപ്പറമ്പ്. ഹായ്. മുത്തപ്പ നറുകോട്ടെ. പിന്നെ നമ്മളെ ഇൻട്രോയില് പറഞ്ഞ ആള് കമറു കുറ്റിപ്പുറം. പിന്നെ ഞാൻ ഈ കമറു സാഹിത്യം പറയാം. ഞങ്ങൾ പോണ വഴിയിൽ ഭയങ്കര പൊടിക്കാറ്റാണ്. അപ്പൊ നമ്മളിപ്പോ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ബദാസായിൽ നിന്നും മർഫ റോഡിലൂടെയാണ്. യാത്രക്കിടയിൽ കുറെ തടസ്സങ്ങളുണ്ട്, എങ്കിലും ഞങ്ങൾ അതെല്ലാം തരണം ചെയ്ത് കണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. മല്ലിമുളകൊക്കെ അരച്ചു വെച്ചോ? മല്ലിമുളകും അരച്ചു വെച്ചോ? സാധനം കൊണ്ട് പോയിരുന്നു. ശാന്തസുന്ദരമായ മർഫ പട്ടണത്തിലൂടെയാണ് ഇപ്പൊ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കുട്ടികളോ മർഫയിലാണ്. എക്യുപ്മെന്റ്സ് പോയിക്കാൻ വേണ്ടി വന്ന അല്ലേ? കമറു അല്ലേ? ഒരു അമോഷനായ മനുഷ്യനാണ് ആ നടക്കുന്നത്. അപ്പൊ നമ്മള് പിന്നെ ചൂണ്ടില് വാങ്ങാണ് മീൻ പിടിക്കാനുള്ള. ഈ ഷോപ്പിന്റെ പേരെന്താണ്? മറൈൻ ഫിഷിംഗ് എക്യുപ്മെന്റ്. എത്ര എമൗണ്ട്? 5 രൂപ. അല്ല ഒന്നുകൂടി കട്ടിയുള്ളതുണ്ടോ? അതെടുത്താണ്. പറ്റ ചെള്ളു വേണ്ട, അഥവാ ഇനി വലിച്ചുമ്പോൾ പൊട്ടി കഴിഞ്ഞാലോ എവിടെയും കൊളത്തിട്ട്. എത്ര വേണല്ലോ എടുക്കലടാ. എടുത്തോളി. എന്താ മീന് കിട്ടുമല്ലേന്നില്ലല്ലോ, നമുക്ക് കുറച്ചേരം ഇങ്ങനെ ഇരിക്കണം ഈ സാധനം വലിച്ചെറിഞ്ഞാണ്ട്. അപ്പൊ വിറ്റെന്താണ് അറിയോ? ഞങ്ങൾക്ക് ആർക്കും ചൂണ്ടല് ഇട്ടുങ്ങാണ്ട് പരിചയമില്ല. ഇത് ആ ചൂണ്ടൽ എങ്ങനെ കുളത്തുനിന്നുള്ള അടക്കം അത് പേടിച്ചണ്ട. കമറുന്റെ ഒക്കെ ട്രൗസർ ഒക്കെ കാണികള്. ഓ ജാതി ഫ്രീക്ക് മകളെ കെട്ടിച്ചിക്കണ്. ആരെങ്കിലും കണ്ടാ പറയോ? അപ്പൊ ചൂണ്ടൽമ കൊളത്താലെ ചെമ്മീന് നമ്മള് മേടിച്ചിക്കണ്. 5 ദിർഹംസിന് ചെമ്മീന് മേടിച്ചിക്കണ്. നമ്മള് വണ്ടി അതാ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മള് മർഫ ബീച്ചിലെത്തി. അതാണ് നല്ല അടിപൊളി ബീച്ചാണ് കേട്ടോ. ആളുകൾ കാണില്ലേ ഇവിടെ ഫുള്ള് ഈർമ്പിയും കാര്യങ്ങളും കുളത്തൊക്കെ ഇതാക്കണ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നവാസ് ആൻഡ് ഹാരിസ്. എന്നാ കുഴപ്പമില്ല, നമുക്ക് 3 ആൾക്ക് ആയിരത്തി നമുക്ക് ഇടല്ലേ? ഇടണോ? 2 ആൾ ഇവിടെ നോളി. അഥവാ മീനുകൾ വലിച്ച് കയറ്റുമ്പോ ആള് വേണ്ടേ? അതാ ഞങ്ങൾ ചൂണ്ടൽ എറിയാൻ പോവുകയാണ്. ഷിഹാബാണ് ആദ്യമായിട്ട് എറിയണത്. കുടുങ്ങിയ ആയിക്കോറ. എങ്ങനെയെങ്കിലൊക്കെ പിടിച്ചു എറിഞ്ഞോ? പോട്ടെ. ഷിഹാബിന് ചെറിയൊരു സംശയമുണ്ട്, അതുകൊണ്ട് നവാസിനോട് അഭിപ്രായം ചോദിക്കാണ്. ഷിഹാബ് മാറി നവാസാണ് അറിയാൻ പോണത്. ഇത് കേറിപ്പോരാ കണ്ട.
കെട്ടുകൊടുങ്ങും കേട്ടോ, കെട്ടുകൊടുങ്ങും നവാസേ, കെട്ട് കുടുങ്ങും. നമ്മളെ നവാസ് ഇതാ വീസ് കണ്ടിട്ടില്ലേ, ഒന്നപ്പുറത്ത് വീസി ഇട്ടണു. ആ ഞങ്ങൾക്ക് ആർക്കും സംഗതി എങ്ങനെയുള്ളത് അറിയില്ലട്ടാ. അവൻ വേണ്ടോ ലൂസാക്കി കൂടണുണ്ടോ, സാധാരണ ഇതിനൊരു നാക്ക് ഉണ്ട്, പക്ഷെ നമ്മക്കിത് അറിയൂല. നല്ലോണം കറിയിക്കോളോ, ആ കല്ലുമക്ക് ഒന്ന് ഉയർത്താം. അങ്ങനെ വിട്ടോ 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 വിട്ടോ. ഓ അവിടെ പോയി കൊടുക്കട്ടാ. അപ്പൊ അവിടെ നിക്കട്ടെ. പൂച്ച ഇങ്ങോട്ട്, നമ്മളെ ചെമ്മീന്റെ അടുത്ത് പൂച്ച. അയ്യോ നമ്മളെ ചെമ്മീന്റെ അടുത്ത് പൂച്ച. അല്ലേ ഒക്കെ കുടുങ്ങിപ്പോയി അവിടെ. ഇപ്പൊ മേടിച്ച പൈസ ഒക്കെ മിച്ചർ വാങ്ങി തിന്നാണെങ്കിൽ അതുണ്ടായിരുന്നാ പറയണത് അല്ലേ. ഇവിടെ മുത്ത കൂട്ടാ കൂടെ 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 പൊട്ടല്ല പൊട്ടല്ല, അങ്ങനെ ടൈറ്റ് ആയി കണ്ടൊന്ന് ലൂസാക്കി വിടും. അതൊക്കെ മീൻ പോണൊക്കെ, മീൻ പോണൊക്കെ മീനുണ്ട്. മീനിന് എര കൊറുക്കുകയാണ്. രണ്ട് മഹാന്മാർ എര കൊറുക്കുന്നു. അതൊക്കെ പോയി കത്തില്ല ഇവിടെ. അത് കറക്കൂ കറക്കൂ മകനെ, കറക്കൂ കറക്കൂ. 1 2 3 4 5. നവാസിന് നല്ല കൊയ്ത്താട്ടില്ലേ അല്ലേ. നവാസ് രണ്ടാമത്തവും അടിച്ചെടുത്തിട്ടുണ്ട്. ഇതെന്താണ് സാധനം? ഞങ്ങളെ കുളത്ത് പോയി കേട്ടോ, അപ്പൊ കമറ മുങ്ങാൻ വേണ്ടി ഉപ്പിന്റെ അംശം കൂടുതലായതുകൊണ്ട് കമറുവിന്റെ ഊര മാത്രം മോളിക്ക്. കമറുവിന്റെ പൂതി ഫുള്ള് മുങ്ങിക്കൊണ്ടാണ്. എവിടെ ഓ മേലെ തന്നെയാണ്. പിന്നെ എന്തിനോ പോരാ ഇട്ടു, കണ്ണടന്റെ ഉള്ളിൽ ഫുള്ള് വെള്ളം. ഞങ്ങളെ നാട്ടുകാരെ കണ്ടുകൂടോ, അതിന് പറയട്ടെ. നാട്ടുകാരെ കണ്ടുകൂടോ ഇരട്ടവാരിയിലല്ലേ ഇത് കാണാൻ. നമ്മളെ വട്ടത്തൊട്ടി റിയാസാൻ ടീമിനാണ്, എന്റെ അയൽവാസിയൊക്കെയാണ് കേട്ടോ. നമ്മുടെ അടുത്തുള്ള ആളെ നമ്മളെ പെരുന്നാള് നമ്മളെ കമറൂന് ഫുള്ള് പൊളിച്ചാണ് കടന്നെങ്ങാണ്ട്. ഞങ്ങള് ലൊക്കേഷൻ വേറെ ലൊക്കേഷനിലാണ് ഇപ്പൊ വന്നിട്ട് അത് മീൻ പിടിക്കാനുള്ളത്. ഇതാണ് കടല്, നാണോ മണലത്തെ കടല്. നമ്മൾ നടത്ത പാടത്തിന്റെ മാതിരിയാണ്. ഈ ബാക്ക് സൈഡ് വീടുകളാട്ടോ. അപ്പോൾ നമ്മൾ വന്ന വണ്ടികൾ അവിടെ നിർത്തിയിട്ടുണ്ട്. നവാസാൻ ടീം ഏരനാടെ കുളത്തുണ്ട്. ഇവിടെ സാദിക്കും ടീമും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണു. കമറും ഹാരിസും അവിടെ കുളിക്കാൻ വേണ്ടി പോയിക്കണു. അത് അങ്ങ് ലോങ്ങിൽ ക്യാമറയിൽ കാണാൻ കഴിയൂല. സാദിക്ക് നിന്റെ മുന്നേ അങ്ങോട്ട് പോന്നു കാടാ, നിന്റെ മുന്നേ അങ്ങോട്ട് പോന്നു കടാ.
സുഹൃത്തുക്കളെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കളർ 2 നിറത്തിൽ നിങ്ങൾ കാണാൻ കഴിയും കേട്ടോ. ഈ ഒരു ലൈനിൽ ഇങ്ങനെ വേറെ കളറ്, ഇവിടെ നിന്ന് ഇങ്ങോട്ട് നല്ല അടിപൊളി നീല കളറിൻ്റെ വെള്ളം. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് ആഴമുള്ള ഏരിയയാണ്. ഇവിടെ ബോട്ടും കാര്യങ്ങളൊക്കെ കൊടുന്ന് കണ്ട് ഇറക്കലുണ്ട്, മീൻ പിടിക്കുന്ന ആളുകളും എല്ലാവരും കടലിൽ പോകുന്ന ആളുകളും. അപ്പോൾ ഇവിടെയാണ് നമ്മൾ മീൻ പിടിക്കാൻ വന്നിട്ടുള്ളത്. നേരം ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സൂര്യനൊക്കെ ഏകദേശം ഇങ്ങനെ അസ്തമിക്കാൻ ആയിട്ടുണ്ട്. നല്ല വൈബാണ് കേട്ടോ. ഒഴിഞ്ഞൊക്കെ ഇങ്ങനെ ഫാമിലി ആയിട്ട് വരണം, കാരണം ആരും തിരക്കും കാര്യങ്ങളൊന്നുമില്ല. ചൂണ്ടയും പിടിച്ച് നടക്കണോ, മീനൊന്നും കിട്ടണില്ല, ഷോക്കാണ്, ഭയങ്കര കാറ്റാണ്. നമ്മൾ എറിഞ്ഞിൻ്റെ എറിഞ്ഞ് കഴിഞ്ഞാൽ നേരെ റിട്ടേൺ കിടന്നെ വരികയാണ് നമ്മൾ ചൂണ്ടലിൻ്റെ കുളത്തും കാര്യങ്ങളൊക്കെ. അപ്പം അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. എന്തായാലും രാത്രി വരെ ഒന്ന് കാത്തു നോക്കുക, വല്ലതും കിട്ടുമെന്ന് അറിയാലോ. മൊത്തപ്പോൾ എപ്പോഴും നമ്മളെ ബാക്കിൽ പ്രതീക്ഷയിൽ എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എനിക്ക് വെള്ളത്തിലിറങ്ങാൻ നല്ലൊരു ബുദ്ധിമുട്ട് കിട്ടാം. നവാസ് അതാക്കണം അവിടെ ചൂണ്ടൽ വരുന്നങ്ങാണ്ട് നിൽക്കുന്നത്. ചെറിയൊരു മൂട്ട കാണുന്നു, മൂട്ടൻ്റെ മാതിരി കാണുന്നുണ്ടല്ലേ, നവാസാണത്. പുറത്തതാക്കുന്നത് കുറച്ച് ടീം അവിടെ ഇറങ്ങിങ്ങാണ്ട് കുളിക്കുന്നുണ്ട്, നമ്മളൊപ്പം പോകുന്ന ആളുകൾ തന്നെ. അവർക്ക് ഇത് കണ്ടേക്കിപ്പോൾ മീൻ പിടിക്കേണ്ട ഇൻട്രസ്റ്റ് പോയി, ചാടുകയാണ് ഇപ്പോൾ എല്ലാവരും. ഇരുട്ടായി തുടങ്ങിയിട്ടാ. ഇവിടെ കണ്ടില്ലേ നമ്മളെ പാടത്തിൻ്റെ മാതിരിയാണ്, പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ചേറാണ്. ഇവിടെ വേലിയിറക്കം വേലിയായിട്ടുള്ളൊരു സ്ഥലമാണ്. ഇങ്ങനെ രാത്രി ആയി കഴിഞ്ഞാൽ വെള്ളം ഇങ്ങനെ കയറി വരും. ഏകദേശം ആ ഒരു വീടുകളിലേക്ക് ആ ഒരു ഭാഗം വരെ ഇങ്ങനെ കയറി വരും. ഒരു പകൽ സമയത്ത് ഒരു ഉച്ചയ്ക്ക് ശേഷം ഇങ്ങനെ ഇറങ്ങിക്കാണ്ട് ഇങ്ങനെ കടലിലോട്ട് ഇങ്ങനെ പോവുകയും ചെയ്യും വെള്ളം. അങ്ങോട്ടേക്കോ സ്റ്റൂളാസനം എന്താ പറയാ. വാവ്. അപ്പൊ ഞാനും ഇവരുടെ കൂടെ മുങ്ങാൻ പോവുകയാണ്. afsal, coming bro, coming. Hey. പേരുട്ടോ കണ്ണൊക്കെ നീറിയിട്ട് നോക്കിക്കണേ. ഞാൻ തല ഒരു മിനിറ്റ് ഞാനും കമറും കുണ്ടം അറിയാൻ പോവാണ്. എവിടെ പോവാ അറിയാലേ.